ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇക്കഡോറിൽ നിന്ന് ഇനി പെറുവിന് പോവുകയാണ്. ഇവിടുന്ന് ഏകദേശം 475 കിലോമീറ്റർ കാണിക്കുന്നത്. 8 മണിക്കൂർ വേണം. പതുക്കെ പോകാൻ പറ്റുള്ളൂ. ഞാൻ മിക്കവാറും 2 ദിവസം ആയിട്ട് പോകാനാണ് പ്ലാൻ ചെയ്യുന്നത്. വഴിയിലെ കാഴ്ചകളൊക്കെ ഉണ്ട്. അപ്പോൾ പതുക്കെ പോകാമെന്നാണ് വിചാരിക്കുന്നത്. നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഇവിടെയൊക്കെ വാഴക്കൃഷിയാണ്, ഇഷ്ടം പോലെ ഉണ്ട്. വാഴയുടെ തോട്ടമാണ് മൊത്തം. വാഴയുണ്ട്, പിന്നെ കൂണിൻ്റെ കൃഷിയും കാണാം ഇടയ്ക്കിടയ്ക്ക്. കൂടുതലും വാഴയാണ് ഞാൻ കണ്ടത്. നമ്മളിപ്പോൾ ഒരു വാഴത്തോട്ടത്തിൻ്റെ നടുക്കൂടാണ് പോകുന്നത്. ഇഷ്ടം പോലെ വാഴയാണ്. വാഴ കുലച്ചിരിക്കുന്നുണ്ട്. അതിൻ്റെ കവറൊക്കെ വെച്ച് പ്രൊട്ടക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ ചെമ്പരത്തിയൊക്കെ ഉണ്ട് ഇവിടെ. നല്ല വലിയൊരു വാഴത്തോട്ടമാണ്. കുറേ നേരമായി ഞാൻ ഇതിനകത്ത് കൂടെ ഇങ്ങനെ കറങ്ങുന്നു. ഞാനിപ്പോഴാണ് ശ്രദ്ധിച്ചത്, ഇവർ കവർ മാത്രമല്ല, കവറിൻ്റെ ഉള്ളിലാണ് എന്തോ ഓരോ പടലയ്ക്ക് ഓരോ ലെയറായിട്ട് വെച്ചിട്ടുണ്ട്. എന്താണെന്ന് നോക്കട്ടെ. ഓരോ പടലയുടെ ഇടയ്ക്ക് തെർമോക്കോൾ വെച്ചിട്ടുണ്ട്, തമ്മിൽ മുട്ടാതിരിക്കാനാണെന്ന് തോന്നുന്നു. ഞാൻ വഴിയിലൊക്കെ ഇറങ്ങി ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കാൻ വിചാരിച്ചു. ഇവിടെ കുറച്ച് മാങ്ങ ഇരിക്കുന്നു. മാങ്ങ $2.5. പിന്നെ ആണെങ്കിൽ പൈനാപ്പിളുണ്ട്, വേറെ എന്തൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ ഇതും മേടിച്ചു. ഇതെന്ത് തേങ്ങ പോലെ എന്തോന്ന് അറിയത്തില്ല. വാങ്ങിച്ചതിന് പൊട്ടിച്ച് നോക്കണം, എന്നാലേ അറിയുള്ളൂ എന്താ സാധനമെന്ന്. സമയം ഏകദേശം 2:30 ഞാനപ്പോൾ ഫുഡ് കഴിക്കാനും നിർത്തി. ചെറിയ ടൗണെത്തി. അപ്പോൾ അവിടെ ഒരു ചെറിയ കടയിൽ കയറി ഫുഡ് കഴിക്കാമെന്ന് വിചാരിക്കുകയാണ്. ഇവിടുന്ന് ചിക്കൻ ഒക്കെയാണുള്ളത്. ചിക്കൻ ആൻഡ് റൈസ്, അത് നമുക്ക് ട്രൈ ചെയ്യാമെന്ന് വിചാരിക്കുക. വിചാരിച്ചാലും സ്പീഡിൽ പോകാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് മിക്കവാറും നമുക്ക് ഇന്ന് തന്നെ പെറു ബോർഡർ ക്രോസ് ചെയ്യാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. നമ്മളങ്ങനെ ഇക്വഡോർ ബോർഡറിലെത്തിയിരിക്കുകയാണ്. നമുക്ക് ഇവിടെ നിന്ന് ഇനി വിസ ക്യാൻസൽ ചെയ്യണം, പിന്നെ ടെമ്പററി ഇമ്പോർട്ട് പെർമിറ്റും ക്യാൻസൽ ചെയ്യണം വണ്ടിയുടെ. ഇത് രണ്ടും നമുക്ക് ചെയ്തിട്ട് വേണം പെറു ബോർഡറിലോട്ട് കടക്കാനായിട്ട്. നമ്മളങ്ങനെ ഇക്വഡോറിനോട് ബൈ പറയാണ്. വെൽക്കം ടു പെറു. ഇവിടെ ബോർഡറൊന്നും ഇല്ലേ? ബോർഡറൊന്നും കാണുന്നില്ല.
español. അവിടെയാണ് ഇമിഗ്രേഷൻ്റെ ഓഫീസ്, അങ്ങോട്ട് പോകണമെന്നാണ് ഇവിടുന്ന് ആൾ പറഞ്ഞത്. അങ്ങനെ നമ്മൾ പെറുവിലെത്തി. ഇക്വഡോറിൻ്റെ വിസ ക്യാൻസൽ ചെയ്തിട്ടില്ല, ടെമ്പററി ഇമ്പോർട്ട് പെർമിറ്റ് ക്യാൻസൽ ആക്കിയിട്ടില്ല. എന്താണ് സംഭവിക്കുന്നത് അറിയത്തില്ല. ഇക്വഡോറിൻ്റെയും പെറുവിൻ്റെയും ഓഫീസ് ഇവിടെ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് തന്നെ ക്യാൻസൽ ചെയ്യാം. ഇക്വഡോറിൻ്റെ വിസയും ടെമ്പററി ഇമ്പോർട്ട് പെർമിറ്റും ഇവിടുന്ന് തന്നെ, പെറുവിൻ്റെ വിസയും നമുക്ക് ടെമ്പററി ഇമ്പോർട്ട് പെർമിറ്റും എടുക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ ഇക്വഡോറിൻ്റെ വിസ ക്യാൻസൽ ചെയ്തു. അതിനുശേഷം ഇവിടുന്ന് തന്നെ പെറുവിൻ്റെ വിസ സ്റ്റാമ്പ് ചെയ്യുകയും ചെയ്തു. ഇനി നമുക്ക് ടെമ്പററി ഇമ്പോർട്ട് പെർമിറ്റ് വണ്ടിയുടെ ഇക്വഡോറിൻ്റെ ക്യാൻസൽ ചെയ്യണം. ഇനി പുതിയ ഇമ്പോർട്ട് പെർമിറ്റ് പെറുവിൻ്റെ എടുക്കുകയും ചെയ്യണം. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഓഫീസിനാണ് പറഞ്ഞത്, അങ്ങോട്ട് പോവാം. ഓഫീസ് ഫ്രണ്ടിൽ തന്നെ ഉള്ളത്. ഇവിടെ ചോദിച്ചു നോക്കാം എന്താണെന്നുള്ളത്. ഇവിടെയാണെന്ന് തോന്നുന്നു നമുക്ക് ടെമ്പററി പെർമിറ്റ് എടുക്കേണ്ടത്. ഇവിടെയാണ് കൺട്രോൾ വെഹിക്കുലാർ എന്നൊക്കെ എഴുതിയിരിക്കുന്നു. ഇവിടേക്ക് നിൽക്കാം. പെറുവിലെ ഒരു ഓട്ടോറിക്ഷയാണ് ഞാൻ ആദ്യമായിട്ടാക്കി എടുത്ത് കാണുന്നത്. ബൈക്കിൻ്റെ എഞ്ചിനൊക്കെയാണെന്ന് തോന്നുന്നു. ഇവിടുന്ന് പെറുവിൻ്റെ ടെമ്പററി ഇമ്പോർട്ട് പെർമിറ്റ് കിട്ടി. ഇനി SOAT ഇൻഷുറൻസ് എടുക്കണം. പെറുവിലേക്കുള്ള ഇൻഷുറൻസ് ആണത്. അങ്ങനെ നമുക്കൊരു ചെറിയ പ്രശ്നം പറ്റി. ഇക്വഡോറിൻ്റെ ടെമ്പററി ഇമ്പോർട്ട് പെർമിറ്റ് ക്യാൻസൽ ചെയ്യുന്നത് ഇവിടെ അല്ലായിരുന്നു, നമ്മൾ വരുന്ന വഴിക്കാനായിരുന്നു. അപ്പം അത് ഇവിടെ വന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. അപ്പം അതുകൊണ്ട് ഇനി ഒന്നുകൂടെ ഇക്വഡോറിൽ പോയിട്ട് അവിടെ കൊടുത്ത് ക്യാൻസൽ ചെയ്തിട്ട് തിരിച്ച് വരണം. എന്നിട്ടേ ഇനി നമുക്ക് പെറുവിൽ കയറാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. നമ്മൾ തിരിച്ച് ഇക്വഡോറിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കസ്റ്റംസ് ഓഫീസ് കൊണ്ട് പോകുന്ന വഴിക്ക് ഒരു 4 കിലോമീറ്റർ ഉണ്ട് ബോർഡറിൽ നിന്ന്. അവിടെ ആയിരുന്നു ഇത് കൊടുക്കാനായിട്ട്, നമ്മുടെ ടെമ്പററി ഇമ്പോർട്ട് പെർമിറ്റ്. അപ്പോൾ അതിന് കൊടുത്തിട്ട് തിരിച്ച് വീണ്ടും പെറുവിന് വരണം. റോഡിലൊന്നും ആരുമില്ല, ഈ വഴിക്കൊന്നും ആരും വരത്തില്ലെന്നൊന്നും രാത്രിയിലൊന്നും. ഒറ്റ മനുഷ്യനും കാണാനില്ല. അങ്ങനെ ഇവിടെ വന്ന് നമ്മൾ വീണ്ടും ഇക്വഡോറിൽ വന്നിട്ട് വീണ്ടും നമ്മൾ ടെമ്പററി ഇമ്പോർട്ട് പെർമിറ്റ് ക്യാൻസൽ ചെയ്തു. ഇനി നമുക്ക് തിരിച്ച് വീണ്ടും പെറു പോകണം. 4 കിലോമീറ്റർ ഉണ്ട് ഏകദേശം ബോർഡറിലേക്ക്. അപ്പോൾ അവിടെ ചെന്ന് ടെമ്പററി ഇമ്പോർട്ട് പെർമിറ്റ് എല്ലാം വാങ്ങിച്ചു വെച്ചു. അവിടെ അത് കളക്ട് ചെയ്യണം. നമുക്ക് എന്നിട്ട് ഹോട്ടലിലേക്ക് പോകാം. അങ്ങനെ നമ്മൾ തിരിച്ച് വീണ്ടും പെറുവിലെത്തി. ഇനി എക്സിറ്റ് ആവുകയാണ് ഇവിടുന്ന്. പെറുവിലേക്ക് കയറുകയാണ്. എക്സിറ്റ് അല്ല, പെറുവിലേക്ക് കയറുകയാണ് ഇനി. അങ്ങനെ ഇനി നമുക്ക് പെറുവിലേക്ക് എൻ്റർ ചെയ്യുകയാണ്. ഓക്കെ, യെസ്, ഗുഡ് നൈറ്റ്.